ചേച്ചിക്ക് ഒരു സർപ്രൈസ് കേട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചി അറിയാതെ ഞാനും ചേട്ടനും കൂടി കേക്ക് മേടിച്ച്. ചേട്ടൻ ആദ്യമേ എത്തി. ഞാൻ കേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റായതുകൊണ്ട് ഞാനും മോനും കൂടിയാണ് പോയി എടുത്തുകൊണ്ട് വന്നത്. അത് നമ്മൾ ഒളിച്ച് രഹസ്യത്തിൽ ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കുകയാണ്. ചേച്ചി എത്തുന്നുമ്പേ നമ്മളെത്തി. 5 മിനിറ്റ് ആയപ്പോഴേക്കും ചേച്ചി എത്തി. ചേച്ചി ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയത് നമ്മളെല്ലാവരും കൂടി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെച്ച്. ചേച്ചി ആകെ നമ്മൾ വരുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. ചേച്ചി ആകെ മുഖമൊക്കെ മാറി സർപ്രൈസാണ് എന്തായാലും. അപ്പോഴേക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറയാണ്, അയ്യോ പ്രതീക്ഷിച്ചില്ല, എല്ലാവരും കൂടെ വന്നാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ആ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ചേച്ചി എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിറകെ വരെയാണ്. ഞാൻ അപ്പോഴേക്കും കേക്ക് എടുക്കാൻ പോയി. കേക്കാണെന്ന് ചേച്ചി അറിയണില്ല, ചേച്ചി പിറകെ വരിക. അപ്പോഴത്തേക്കും ഞാൻ പോയി കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ആകെ കേക്കോ എന്നൊക്കെ പറഞ്ഞ് നോക്കിയാണ്. ഞാനും ചേട്ടനും കൂടി പിന്നെ കേക്ക് സെറ്റാക്കി. അപ്പോഴത്തേക്കും ചേച്ചി കേക്ക് മുറിക്കാനായിട്ട് വന്നു. മുഖമൊക്കെ ആകെ മാറി. കരയണോ ചിരിക്കണോ ഒരു വല്ലാത്തൊരു ഫീൽ കണക്ക് തോന്നി എനിക്ക്. ഇമോഷണൽ ആകെ. അനിയൻ സർപ്രൈസ് ഒരുക്കി. അങ്ങനെ ആകെ അനിയനെയാണ് ഫസ്റ്റ് കൊണ്ട് കൊടുത്തപ്പോഴേക്കും കരഞ്ഞ ആൾ. പിന്നെ ചേട്ടനും ചേച്ചി കേക്കൊക്കെ കൊടുത്ത്. പിന്നെ ചേച്ചി കുറച്ച് നേരം ആകെ ഇമോഷണൽ കരച്ചിലായി. പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത്. അപ്പോഴേക്കും മൊത്തത്തിൽ ആൾ അപ്പോഴേ ആകെ ഡൗണായി. ഇമോഷണലി പെട്ടെന്ന് സങ്കടം വരും. എല്ലാം പെട്ടെന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് സ്നേഹിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനൊരു ക്യാരക്ടറാണ്. അമ്മയും ആകെ സങ്കടമായി. കണ്ടു നിന്ന് നമ്മളെല്ലാം ആകെ പെട്ടെന്ന് അങ്ങ് വിഷമം. എന്നെ പെട്ടെന്ന് നമുക്ക് കണ്ണ് നിറഞ്ഞ്. അത് കഴിഞ്ഞ് ചേച്ചി എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത്. അപ്പോഴേക്കും ആ ഒരു സങ്കടമൊക്കെ മാറിയിട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ എല്ലാവരും കേക്ക് തിന്നണ ബഹളത്തിലായി. നല്ല കേക്കായിരുന്നു. ചെറിയകിരുന്ന് മേടിച്ചതായിരുന്നു. നല്ല കേക്കായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അപ്പോഴേക്കും നമ്മൾ അടുത്ത സർപ്രൈസിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കേക്കിൽ തീർന്നു എന്നായിരുന്നു ചേച്ചി വിചാരിച്ചിരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു സർപ്രൈസും കൂടി ഇപ്പോൾ കൊണ്ടുവരും. എല്ലാവർക്കും കേക്ക് കൊടുത്ത് തീരണം വരെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും ഞാൻ അടുത്ത ഒരു സാധനം എടുക്കാനായിട്ട് പോയി. ചേച്ചിക്ക് നമ്മളൊരു ഡ്രസ്സും കൂടി എടുത്തായിരുന്നു. അപ്പോഴേക്കും അത് സന്തോഷമായി. അതിനിടയ്ക്ക് സുഭാഷണ്ണൻ ഡ്രസ്സ് കൊണ്ടുവന്നു. സൈലൻ്റ് ആയിരുന്നതാണ്, ആരും വിചാരിച്ചില്ല. പെട്ടെന്ന് കൊണ്ട് കൊടുത്ത്. നല്ല ഡ്രസ്സായിരുന്നു. ചേച്ചി ആകെ സന്തോഷമായി. കേക്കും ഡ്രസ്സും ഇങ്ങനെ ഒന്നും ചേച്ചി ഒന്നും പ്രതീക്ഷിച്ചു. നമ്മൾ രാവിലെ തൊട്ടേ നമുക്ക് ആകെ ഹോസ്പിറ്റലിൽ പോണതും ഇതൊക്കെ ആയിട്ട് നമ്മൾ ആരും ഒന്നും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സുഭാഷണ്ണൻ പറഞ്ഞു നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാം. അങ്ങനെ സുഭാഷണ്ണനും ചേട്ടനും ചേച്ചിയുടെ മോനും കൂടി ആയിട്ട് കഴിക്കാൻ മന്തിയാണ് മേടിച്ചത്. അപ്പോഴേക്കും ചേച്ചിയുടെ എൻ്റെ മോൻ വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു എടാ വീഡിയോ എടുത്തുകൊണ്ട് വരണേന്ന് പറഞ്ഞപ്പം അവൻ എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അവൻ തന്നെ മിക്കതും വീഡിയോ എടുത്തു തന്നത് ഫുൾ. അവിടുത്തെ എല്ലാം ഫുഡ് മേടിക്കാൻ പോയത് അവൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും ചേട്ടൻ മന്തി കുഴിമന്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത്. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി എല്ലാവരും കൂടി. അപ്പോഴേക്കും ചേച്ചി തന്നെ എല്ലാം സെറ്റാക്കി കഴിക്കാനായിട്ട്. ചേട്ടൻ കൊണ്ട് വെച്ചതും ചേച്ചി പാത്രമൊക്കെ എടുക്കാനായിട്ട്. പിന്നെ കുഴിമന്തിയിൽ യുദ്ധമായിരുന്നു. എല്ലാവരും കൂടി കഴിച്ചിട്ട് പിന്നെ പോയി.